അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ രണ്ടുടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരാണ് എന്ന് അന്വേഷിക്കുകയും അവിടം വിട്ടുപോകുന്നതുവരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ഇന്ന് ആഗോള തിരുസഭ യേശുവിൻ്റെ അപ്പോസ്തലന്മാരിൽ ഒരുവനായ വിശുദ്ധ ബർന്നബാസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. AD 61 യേശുവിന് വേണ്ടി തീഷ്ണ നിറഞ്ഞ സ്നേഹത്തോടെ ജീവരക്തം നൽകി സാക്ഷിയായ അപ്പോസ്തലനാണ് വിശുദ്ധ ബർന്നബാസ്. അദ്ദേഹം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയും ക്രിസ്തു സാക്ഷിയാകുകയും ചെയ്തു. യേശുവിൻ്റെ അപ്പോസ്തലന്മാരൊക്കെയും ജീവരക്തം നൽകിക്കൊണ്ട് സാക്ഷികളാകുന്നുണ്ട്. യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ ആവശ്യപ്പെടുന്ന ഏറ്റവും മനോഹരമായ ദൗത്യം, നാം പ്രേക്ഷിത വേല ചെയ്യുമ്പോൾ നാം ഏത് മനസ്സോടുകൂടി ആകണം അത് നിർവഹിക്കേണ്ടത് എന്നാണ്. നിങ്ങൾ ദാനമായി ലഭിച്ച കൃപ ദാനമായി നൽകണം. അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ വടിയോ രണ്ടുടുപ്പുകളോ ചെരുപ്പോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. നോക്കൂ, ഒരു യാത്രയ്ക്ക് വേണ്ടതൊക്കെ നിഷേധിച്ച ശേഷമാണ് യേശു അവരെ പ്രേക്ഷിത വേലയ്ക്കായി അയക്കുക. കാരണമുണ്ട്. അവർ ആശ്രയിക്കേണ്ടത് ഈ ഭൂമിയിലെ സൗഭാഗ്യങ്ങളിലോ സ്വർണത്തിലോ വെള്ളിയിലോ സമ്പത്തിലോ ആകരുത്. അവർ സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യേണ്ടവരാണ്. നിങ്ങളുടെ സമ്പത്ത് എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും. ക്രിസ്തു അവിടെ ഹൃദയത്തിലുള്ളപ്പോൾ മാത്രമാണ് അവർക്ക് ധീരസാക്ഷികളാകാൻ കഴിയുക. ഈ ലോകത്തിലെ മറ്റേതെങ്കിലും ഒന്നിൽ അഭയം പ്രാപിച്ചാൽ അവർ എതിർസാക്ഷികളായിത്തീരും. ഈ കാലഘട്ടത്തിൽ നമുക്ക് നല്ല പ്രേക്ഷിതരെ ലഭ്യമാകാതെ പോകുന്നതും ഈ ഒരു അനുഭവം കൊണ്ടാണ്. നാം ലക്ഷ്യം വയ്ക്കേണ്ടതും നമ്മുടെ ദൗത്യമായി സ്വീകരിക്കപ്പെടേണ്ടതും ക്രിസ്തുവിനെയാണ്. അവിടെ ക്രിസ്തു സാക്ഷ്യം ധീരതയോടുകൂടി നൽകാൻ മനസ്സാകുമ്പോൾ നമ്മുടെ ജീവിതം അനേകർക്ക് സ്വർഗീയ സൗഭാഗ്യത്തിലേക്കുള്ള ചാലകശക്തിയായി രൂപാന്തരപ്പെടും. യേശു പറയുന്നു, നിങ്ങൾ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കണം. ദൈവത്തിൻ്റെ ആത്മാവും ചൈതന്യവും നൽകിയാണ് യേശു തൻ്റെ പ്രേക്ഷിത ദൗത്യത്തിനു വേണ്ടി അപ്പോസ്തലന്മാരെ അയക്കുന്നത്. അവിടെ മേൽ വലിയ കൃപയും അഭിഷേകവും അവിടെ നൽകി. നാം എല്ലാവരും ജ്ഞാനസ്നാനമെന്ന കൂദാശയിലൂടെ തന്നെ അഭിഷേകം സ്വീകരിച്ചവരാണ്. നമുക്കെല്ലാവർക്കും പ്രേക്ഷിത ദൗത്യമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ സുവിശേഷത്തിലുണ്ട്. നിങ്ങൾ പോകുകയും ക്രിസ്തുവിന് സാക്ഷികളാവുകയും ചെയ്യുക. ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൻ്റെതായ പ്രതിസന്ധി സുവിശേഷ പ്രഘോഷണ വേളയിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഇപ്രകാരമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സാക്ഷി നൽകുവാനുള്ള നമ്മുടെ ദൗത്യത്തെ കൂടുതൽ ആഴപ്പെടുത്തുകയാണ് വേണ്ടത്. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന പഴയ നിയമസങ്കല്പങ്ങളെല്ലാം ക്രിസ്തു തുടച്ചു മാറ്റുകയും ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും പുതിയ ആത്മീയ ബലം നൽകുകയുമാണ്. നിങ്ങളെ സ്വീകരിക്കാത്തവരെ ദ്രോഹിക്കുവാനോ ശപിക്കുവാനോ അല്ല യേശു പറയുക, അവരെ അനുഗ്രഹിക്കുവാനാണ് അവർക്ക് ദൗത്യം നൽകുന്നത്. ക്രിസ്തു ശിഷ്യൻ്റെ ഏറ്റവും വലിയ ധാർമ്മിക ഉത്തരവാദിത്വവും എല്ലാവരിലും ക്രിസ്തുവിനെ കാണുക എന്നതാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്ക് മാത്രമല്ല,
അവനെ നിഷേധിക്കുന്നവർക്ക് വേണ്ടി കൂടി പോലും പ്രാർത്ഥിക്കുവാനും അവരെയും അനുഗ്രഹിക്കുവാൻ അവർ കടപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോസ്തലനായ വിശുദ്ധ ബർന്നബാസ് ജീവൻ നൽകി സാക്ഷിയായ ആ കൃപയുടെ മഹത്വം നമുക്ക് സ്വന്തമാക്കുവാനും അനുദിന ജീവിതത്തിൽ ക്രിസ്തു സാക്ഷികളായി തീരുവാനും വേണ്ട അനുഗ്രഹത്തിനായി ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.